തൻ്റെ ഫോട്ടോയുടെ അടിസ്ഥാനത്തിൽ CA സസ്പെൻഡ് ചെയ്തു. അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു. ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാനാ? നീലിയെ അന്വേഷിക്കാനല്ലാതെ. കേരളത്തിൽ ഡെയിലി എത്ര മിസ്സിംഗ് റിപ്പോർട്ട് ചെയ്യണേന്നറിയോ? ഇതാണെങ്കിൽ രജിസ്റ്ററില്ലാത്ത കേസും. ആ ചെറുക്കനെ അവരവിടെ നിന്ന് പുറത്തുവിടില്ല. നീ ഇനി അങ്ങോട്ട് പോകണ്ട, അതാ സേഫ്. എന്താ ഹൈവേയിൽ കാറ്റോളാൻ ഇറങ്ങിയതാ? അല്ല, എന്നാ വണ്ടി കയറി. ഫുൾ ലോഡല്ലേ? പോവോ? ബാലൻസ് ഇട്ടാൻ ഒരാൾ പിന്നിൽ വേണം, അങ്ങനെയാണത്. നിങ്ങളെ വണ്ടി ഇവിടെ? അത് വിറ്റു, പുതിയതൊന്ന് വാങ്ങണം. നിങ്ങൾ വണ്ടി ഇവിടെ. താമീന്റെ അനിയത്തിക്കുട്ടിയുടെ ഫോട്ടോ ഉണ്ടോ? ഇല്ല. ഡിജോ, വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളുടെ ഒന്നും പിറകെ പോകണ്ട കേട്ടോ. പോലീസുകാരനോളം ക്രൂരത ആർക്കും ഉണ്ടാവില്ലെന്നാണ് ഞാൻ കരുതിയത്. മന്ത്രിയായ സുഹൃത്തും നീയും സത്യ, യു കാൻറ്റ് ബി സോ ക്രൂവൽ. ആദിവാസികൾക്ക് എവിടുന്ന് ആയുധം കിട്ടിയെന്നാ ചോദ്യം. അന്താരാഷ്ട്ര ചാരസംഘങ്ങളായിട്ട് ബന്ധമുണ്ടെന്ന് സംശയം. ചട്ടിയും കലവും കൊണ്ടാണ് അവർ പോലീസിനെ നേരിട്ടത്. 18 റൗണ്ടാ പോലീസ് വെടിവെച്ചത്. എത്ര എണ്ണം ചത്തുന്ന് ആർക്കറിയാം. ഇപ്പൊ ആദിവാസികളെ കണ്ടോരെയും മിണ്ടിയോരെയും ഒക്കെ പോലീസ് തെരഞ്ഞു പിടിച്ച് പൊക്കുക, ഭയപ്പെടുത്താൻ, ആരും മിണ്ടാതിരിക്കാൻ. രാംദാസേ വാ. ചാനലിന്റെ ജില്ലാ ലേഖനാ. ഇവനെ ഒന്ന് ഒളിപ്പിക്കണം. ഇപ്പൊ പോലീസിന്റെ കൈ കിട്ടിയാൽ ഇവന്റെ കാര്യം പോക്കാ. ആലപ്പുഴ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, പക്ഷെ അവന്റെ ഫോൺ ഓഫാ. ചാനലുകാർ സപ്പോർട്ട് ചെയ്യില്ലേ? നിനക്ക് കോട്ടയത്ത് എന്തെങ്കിലും ഏർപ്പാടാക്കാൻ പറ്റുമെന്ന് അറിയാനാണ് ഞാൻ വിളിച്ചത്. കോട്ടയത്ത് നിങ്ങൾ ആലപ്പുഴയ്ക്ക് എന്നെ വിട്ടോ. ഞാനിപ്പോൾ വീട്ടിൽ പോയിട്ട് നിന്നെ ഫോൺ ചെയ്യാം. ഹലോ, മന്ത്രിസഭ മറിച്ചിടാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക. നീ പോടാ. ആരാ? ഇപ്പൊ കടന്നുപോയ മന്ത്രിയാ. നിങ്ങൾ വിട്ടോ വിട്ടോ. യു ആർ മൈ ഫ്രണ്ട്. അന്വേഷണ കമ്മീഷനിലെ ഉദ്യോഗസ്ഥനോടല്ല, ക്ലാസ്മേറ്റായ സുഹൃത്തിനോടുള്ള വിശ്വാസം. മറ്റൊന്ന് എൻ്റെ ഇൻട്രസ്റ്റ് അല്ല. നീലി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എവിടെ? അതല്ല കൊന്നു കളഞ്ഞെങ്കിൽ ജസ്റ്റ് ടെൽ മീ ഡെഡ്. ദാറ്റ്സ് ഇറ്റ്. ഞാൻ താമിയോടും സംസാരിക്കട്ടെ? യു ട്രൈ. ശരൺ, എന്നോട് അവൻ ഒന്നും മിണ്ടുന്നില്ല. തമി, താമി എന്ത് പറഞ്ഞു? Not a word. സാറേ പോവാണോ?
ഓ